നമസ്കാരം. ഒക്ടോബർ 7 ഏറ്റുമുട്ടൽ ആരംഭിച്ചതിന് ശേഷം ഇതേവരെ തങ്ങളുടെ 6000-ഓളം അംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്ന ഹമാസ് തീവ്രവാദികളുടെ അവകാശവാദം തള്ളി ഇസ്രായേൽ സൈന്യം. ഇസ്രായേൽ പറയുന്നത് ഇതിൻ്റെ ഇരട്ടിയിലധികം 12,000-ത്തിലധികം ഹമാസ് തീവ്രവാദികൾ ഇതിനകം കൊല്ലപ്പെട്ട് കഴിഞ്ഞു എന്നാണ്. ഇസ്രായേൽ സൈന്യം 31,000-ഓളം വ്യോമ ആക്രമണങ്ങളാണ് ഈ 4 മാസങ്ങൾക്കുള്ളിൽ നടത്തിയത്. അതിൽ 1000-ത്തിലധികം ആക്രമണങ്ങൾ ലെബനനിലേക്ക് മാത്രമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ റാഫായിലും മറ്റും ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ നിരവധി ഹമാസ് തീവ്രവാദികളാണ് കൊല്ലപ്പെട്ടത്. അവിടുത്തെ നസർ ആശുപത്രിയിലേക്ക് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ ഏതാണ്ട് 200-ഓളം ഹമാസ് തീവ്രവാദികൾ കീഴടങ്ങുകയായിരുന്നു. 20,000-ഓളം വരുന്ന ഹമാസ് തീവ്രവാദികൾ ഇപ്പോൾ ചികിത്സയിലാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് പോവുകയും പിന്നീട് യുദ്ധരംഗത്തിറങ്ങാൻ കഴിയാത്ത വിധത്തിൽ അനാരോഗ്യവാന്മാരാണ് എന്നും ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. നേരത്തെ ഗാസയിലെ പല ആശുപത്രികളിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ പരിശോധനയിലൊക്കെ തന്നെ ഇവിടെ നിന്ന് രോഗികളായും ആശുപത്രിയിലെ ജീവനക്കാരെയും ഒക്കെ കണ്ടെടുത്തത് ഹമാസ് തീവ്രവാദികളെ ആയിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളനുസരിച്ചും നേരത്തെ ഹമാസ് വിട്ടയച്ച ഇസ്രായേൽ ബന്ദികളുടെ വാക്കുകളനുസരിച്ചുമൊക്കെ നോക്കുമ്പോൾ നിരവധി ഹമാസ് തീവ്രവാദികളാണ് ഇതിനോടകം കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ഗാസയിലും അതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ തന്നെ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. ഹമാസിൻ്റെ പ്രധാനപ്പെട്ട കമാൻഡർ പദവിയിലുള്ള പലരും ഇതിനകം തന്നെ മുങ്ങിക്കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ഇവർ പിടികൂടും എന്ന ഭയത്തിൽ, പിടികൂടിയാൽ ഇസ്രായേൽ സൈന്യം തങ്ങളെ വധിക്കും എന്നുള്ള ഭയത്താലാണ് ഓടി രക്ഷപ്പെട്ടത് എന്നും പറയപ്പെടുന്നു. ഗാസ മേഖലയിൽ മാത്രം 30,000-ഓളം സായുധരായ ഹമാസ് തീവ്രവാദികൾ ഉണ്ടായിരുന്നു എന്നാണ് കണക്ക്. അതേസമയം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പുറത്തുവിട്ട കണക്കനുസരിച്ച് ഇസ്രായേൽ സൈന്യത്തിന് നഷ്ടമായത് 235 സൈനികരെയാണ്. ഹമാസ് തീവ്രവാദികൾ 12,000-ഓളം പേർ കൊല്ലപ്പെട്ടെങ്കിൽ ഇസ്രായേൽ സൈന്യത്തിൽ നിന്ന് കൊല്ലപ്പെട്ടത് 235 പേർ മാത്രമാണ് എന്നുള്ളത് ഈ ആക്രമണത്തിൻ്റെ ശക്തിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഏതായാലും ആരൊക്കെ ഇടപെട്ടാലും ഇനി അങ്ങോട്ട് ഒത്തുതീർപ്പില്ല എന്ന നിലപാടിൽ ഇസ്രായേൽ ഉറച്ചു നിൽക്കുന്നതിനെ തുടർന്നാണ് ഹമാസ് തീവ്രവാദികൾ ഇപ്പോൾ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുന്നത്. തങ്ങളെ ഇസ്രായേൽ ഒറ്റതിരിഞ്ഞ് അതിക്രൂരമായിട്ടാണ് ആക്രമിക്കുന്നതെന്നും ഇവിടെ കൂട്ടക്കൊല നടക്കുന്നു എന്നുമൊക്കെ ലോകത്തെ അറിയിക്കാനുള്ള നീക്കമാണ് കഴിഞ്ഞ ദിവസം ഹമാസ് തീവ്രവാദികൾ നടത്തിയത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് 6000-ഓളം പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തുവിട്ടത്. എന്നാൽ യഥാർത്ഥത്തിൽ 12,000-ത്തിലധികം ഹമാസ് തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത ഹമാസ് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് എല്ലാവിധ സഹായം നൽകുന്ന ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണ്.